ഐഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അധികം മസാല ഒന്നും ചേർക്കാണ്ടാണ് ഈ ഒരു കറി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് പുട്ട്, അപ്പം, ഇടിയപ്പം, വെള്ളയപ്പം അങ്ങനത്തെ ഒക്കെ കൂടെ ഒപ്പം കഴിക്കാൻ പറ്റിയുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഞാനത് തലേദിവസം തന്നെ കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കഴുകി എടുത്തതിന് ശേഷം നല്ലവണ്ണം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ പീസ് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വലിയൊരു സവാളയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു തക്കാളി കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. തക്കാളി എടുക്കുമ്പോൾ നല്ലോണം പഴുത്തിട്ടുള്ള തക്കാളി വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടെ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ അത് ഒരു 3 വിസിൽ വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഓരോ കുക്കറിൻ്റെ വിസിലിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ വെച്ചാലാണ് ഈ ഒരു ഗ്രീൻ പീസൊക്കെ വേവ്, അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അരപ്പ് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് എടുക്കാം കേട്ടോ. അതിപ്പോൾ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെന്തുടഞ്ഞ പരുവത്തിലാക്കി എടുക്കരുത് കേട്ടോ. നമ്മൾ ഈ ഒരു കറി എടുക്കുന്ന സമയത്ത് ഗ്രീൻ പീസൊക്കെ ഇങ്ങനെ മുഴുവനായിട്ടൊക്കെ ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് പറ്റണം കേട്ടോ. അപ്പോൾ അതുപോലൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു കറി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കറി നല്ലൊരു തിക്കിലെടുക്കണതാണ് കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണമൊന്നുമില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇതിങ്ങനെ തിളപ്പിച്ചിട്ട് എടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി. ഇപ്പോൾ കറി നല്ലോണം തന്നെ ഒന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് വറവ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വറവിട്ടിട്ടുള്ളത്. ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.